ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്ന് കാലത്ത് തന്നെ പരിപ്പുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, മുടക്കായ കാരണം. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഒരു 250 പരിപ്പ്, അതിൽ നിന്ന് ഒരു കുറച്ച് ഞാനൊന്ന് മാറ്റി വെച്ചു. ഉപ്പ്, പിന്നെ ഈ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉണക്കമുളക് അരിഞ്ഞത്, സബോള, ഇവിടെ ചുവന്നുള്ളി മലയാളി കടയിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അത് ക്രഷ് ചെയ്യാം കേട്ടോ. ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് ക്രഷ് ചെയ്യണം, ഒന്ന് ചെറുതായി ചതച്ചെടുത്താൽ മതിട്ടാ, ഇതുപോലെ. അത് കഴിഞ്ഞ് നമ്മുടെ ചുവന്നമുളക് അരിഞ്ഞത്, കറിവേപ്പില, അത് കഴിഞ്ഞ് പച്ചമുളക്, ഇഞ്ചി, ഇത് ഇഞ്ചി മുഴുവനായിട്ട് വീണ്ടായിരുന്നില്ല, പതുക്കെ ഒട്ടിപ്പിടിച്ചിട്ട് കഴുകിയ കാരണം. അത് കഴിഞ്ഞ് നന്നായി വെടിച്ചിട്ടു ഞാൻ കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞ് ഉപ്പ് കുറച്ച് പാകത്തിന്, കാരണം ഇവിടെ ഇന്ദുപ്പ് യൂസ് ചെയ്യുന്ന കാരണം സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോരാത്ത പോലെയാവും, ഉപ്പ് കുറവാകും. പിന്നെ ഇത് സബോള അരിഞ്ഞത്, ഒരു 6 ഇടത്തരം സബോള ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പ് അതിട്ടു. അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ഓപ്ഷനിലാണ് ഇത് ഞാനിട്ടത്, കായപ്പൊടിയാണ്. കായപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടാം. പിന്നെ എണ്ണ ചൂടായി നോക്കാനായിട്ട് നമ്മൾ ഈ മാവിൽ നിന്ന് ഒരു തരി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ ചീഞ്ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടിയാൽ വെന്തോന്നറിയാം. കുഴച്ചപ്പോൾ ഈ രൂപത്തിലായിട്ട് അത് കഴിഞ്ഞ് കയ്യിൽ ഉരുളയാക്കിയിട്ട് ഒന്ന് അമർത്തിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും. ഇവിടെ രാജേഷേട്ടന് ഇതിൻ്റെ കൂടെ മുളക് വറുത്തത്, സബോള അരിഞ്ഞതൊക്കെ ഇഷ്ടമാണ്. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. സബോള അരിഞ്ഞിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഒന്ന് കുഴയ്ക്കുക. അത് കഴിഞ്ഞാൽ പച്ചമുളക് ഒന്ന് ചെറുതായി ഒന്ന് വറുത്ത്, അതിലും ഇത് കൈയളവാണ്, ഒരു തരി കയ്യിലെടുത്താൽ മതി. അത് കാരണം കൈയളവ് കാണിച്ചത്. കുഴച്ചിട്ട് ആക്കിയ രാകേഷേട്ടന് ഭയങ്കര ഇഷ്ടമായി. കട്ടൻ ചായയുടെ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ ഇഷ്ടം. ഈ പരിപ്പുവട എന്താണ് ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ട്യൂഷൻ്റെ ഒരു കുട്ടിയുടെ അമ്മ ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. മറാഠിയാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഇട്ടത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാമെന്നും അറിയാം. പിന്നെ എൻ്റെ ഇവിടുത്തെ ഹിന്ദിക്കാർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക മെസ്സേജായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.